നമസ്കാരം. നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പരാതിക്കാരും കൃഷ്ണകുമാറും കൂടുതൽ വിശദീകരണങ്ങളുമായി രംഗത്തെത്തുകയാണ്. മകൾ ദിയ കൃഷ്ണയുടെ ഷോപ്പിൽ നിന്ന് QR കോഡ് മാറ്റി പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി 69 ലക്ഷം തട്ടിയെടുത്തു ജീവനക്കാർ എന്നതാണ് കൃഷ്ണകുമാറിന്റെ പരാതി. ആ പരാതി നൽകിയതിന് പിന്നാലെയാണ് തനിക്കും കുടുംബത്തിനുമെതിരെ പോലീസ് തട്ടിക്കൊണ്ടുപോകൽ കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്തത് എന്നാണ് ആരോപണം. പരാതിക്കാർ അല്പം മുൻപ് വിശദീകരിച്ചത് ദിയ ആവശ്യപ്പെട്ടത് പ്രകാരം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു എന്നാണ്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി നിരന്തരം ജാത്യാധിക്ഷേപം നടത്തി എന്നതുൾപ്പെടെ പരാതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പരാതികളിലെ യാഥാർത്ഥ്യം എന്ത്? വിശദമായി ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. ന്യൂസ് ഈവനിംഗിൽ നമുക്കൊപ്പം ഇന്ന് തത്സമയം ശ്രീ ജി കൃഷ്ണകുമാറുണ്ട്. ഒപ്പം തന്നെ റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ കൃഷ്ണകുമാറിലേക്കാണ്. കൃഷ്ണകുമാർ, ഇപ്പോൾ അല്പസമയം മുൻപാണ് പരാതിക്കാർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. താങ്കളത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പ്രധാനമായവർ പറഞ്ഞത് ദിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ബാങ്കുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരും, അത് ടാക്സ് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ആദ്യം എടുക്കുക, അതിനുശേഷം എനിക്ക് തന്നാൽ മതി, അതെങ്ങനെയാണ് പിന്നീട് കൈമാറുന്നത് എന്നതൊക്കെ വിശദമായി പറയുകയാണ്. ഇതടക്കം അവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തട്ടിയെടുത്തു എന്ന ആരോപണം തള്ളുകയാണ് അവർ, കൃഷ്ണകുമാർ. അല്ല, ഇതിനകത്ത് വളരെ ലളിതമായ സംഭവമാണ്. അപ്പോൾ ഒന്ന്, അവർ വാങ്ങിച്ചു എന്നതിനകത്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. രണ്ട്, ഇവർ ദിയയ്ക്ക്, എൻ്റെ മകൾക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ വാങ്ങിച്ച അതേ GPayയിൽ നിന്ന് എൻ്റെ മോൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ എന്നും പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ കുട്ടികൾ എവിടെയെങ്കിലും പോയി പണം വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്തിട്ടല്ലേ എൻ്റെ മകൾക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വിഡ്രോയിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എല്ലാ ദിവസവും. അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് GPay ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡിജിറ്റലായിട്ട് തെളിവുണ്ട്. ഇതിനപ്പുറത്തൊന്നുമില്ല. ഈ രണ്ട് കാണിക്കാത്തടത്തോളം ഈ ആരോപണത്തിന് യാതൊരു കഴമ്പും. അതെ, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്യാഷ് ആയിട്ട് മതി എന്ന് മകൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ക്യാഷ് ആയിട്ട് തന്നെയാണ്, അത് അടുക്കളയിലാണ് ക്യാഷ് വയ്ക്കാറ്, അവിടെ നിന്നാണ് എടുക്കാറ്, അതല്ലെങ്കിൽ ജിനി വഴി കൊടുത്തുവിടും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് പ്രസക്തമാണ്. അതായത് എങ്ങനെയാണ് വിഡ്രോവൽ നടത്തുന്നുണ്ടോ, അതെ, വിഡ്രോവൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. തിരിച്ചങ്ങോട്ടാ ചോദിക്കുന്നത്, ഞാനിതൊന്നും കേട്ടിട്ടില്ല. അതെ, അല്ല, ഞാൻ എത്ര ചോദിച്ചു ഞാനിത് മുഴുവൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ പത്രക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നുണ്ട്, മുഴുവൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവർ ക്യാഷ് എടുത്തു എന്നവർ പറയുന്നുണ്ടല്ലോ, മീൻസ് അവരുടെ ഫോണിലോട്ട് വന്നു എന്ന്. അപ്പോൾ അത് ക്ലിയറായി. രണ്ടാമത്തെ ഭാഗം, എങ്ങനെ തന്നു എന്ന് അവർ പറഞ്ഞു ക്യാഷായിട്ട് തരണമെങ്കിൽ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, അവർക്ക് വിഡ്രോ ചെയ്ത് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊണ്ടു കൊടുക്കാം. അങ്ങനെയാണ് എല്ലാ ദിവസവും വിഡ്രോയിൽ നടത്തണം. അപ്പോൾ പോലീസ് അവരുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും എത്ര പൈസ അവിടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു അത് അവരെടുത്തിട്ട് വിഡ്രോ ചെയ്യണമല്ലോ. അത് മാത്രം തെളിയിച്ചാൽ മതിയല്ലോ. അതെ, ഇപ്പോൾ അതിൽ അവർ പറഞ്ഞ ഒരു കാര്യം എന്തോ എന്നുള്ളത് ഞാൻ കേട്ടിട്ട് ഞാൻ താങ്കളിലേക്ക് എത്താം. ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ DMM ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ 5 ലക്ഷം രൂപ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ലാന്ന്. പിറ്റേന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ 3 പേരെ എനിക്ക് കാണണം, നിങ്ങൾ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം, നിങ്ങൾ ഇനി വേറെ ഒരു സംസാരവും ഇല്ല, എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 പേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. അതാണ് ഇവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. കുറച്ച് നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു. വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവർ ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. അതിൽ ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു, സഹോദരിമാരെ പോലെ ചേർത്ത് നിർത്തി എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമല്ല,
ജാത്യാധിക്ഷേപം നടത്തുകയും ജാതി പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപമൊക്കെ നിരന്തരമായി ചെയ്ത് കൊണ്ടിരുന്നു എന്നൊക്കെയുള്ളത് അവർ അത് ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒക്കെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു എന്നൊക്കെയുള്ളതാണ്. അതായത് ഇതിൽ ജോലി വിട്ടു പോകാനൊരു തീരുമാനം അവർ കൈക്കൊണ്ടിരുന്നു. അത് 28-ാം തീയതിയാണ്. തൊട്ടടുത്ത ദിവസമാണ് ഈ പരാതി വരുന്നത് എന്നീ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ജോലി ഉപേക്ഷിച്ച് പോകുന്നു എന്ന തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തിയതിൻ്റെ ദേഷ്യത്തിൽ, ആ വൈരാഗ്യത്തിലാണ് ഇങ്ങനെ ഒരു പരാതിയിലേക്ക് ദിയ പോയത് എന്നത് ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ജോലി ഉപേക്ഷിക്കാനുണ്ടായ കാരണം അമിത ജോലിഭാരം, ഇത്തരത്തിലുള്ള അധിക്ഷേപം, തങ്ങളുടെ മേൽവിലാസത്തിൽ പല കാര്യങ്ങളും ദിയ ഉപയോഗിക്കുന്നു, മേൽവിലാസത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇങ്ങനെ പല കാര്യങ്ങളായപ്പോഴാണ് അത് താങ്ങാൻ കഴിയാതെ ഞങ്ങൾ ജോലി ഉപേക്ഷിച്ചത്. അതിനുശേഷം വരുന്നതാണ് ഈ പരാതി എന്നിവർ പറയുകയാണ്. 28-ന് ജോലി ഉപേക്ഷിക്കുന്നു, 29-ന് പരാതി. അല്ല, ഇപ്പം ഞാൻ ഏതിനാണ് ഉത്തരം തരേണ്ടത്? കാരണം നിങ്ങളൊരു 100 കൂട്ടം കാര്യം പറഞ്ഞു, ഒരു തെളിവും നിങ്ങൾ കാണാതെ അവർ പറഞ്ഞത് വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഇതിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ഏതിനെങ്കിലും ഒരു തെളിവ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ടോ? അത് വെച്ചാണെങ്കിൽ സംസാരിക്കാം ഞാൻ. അതല്ല, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അവർക്ക് തെളിവൊന്നും തൽക്കാലം ഇപ്പോൾ ഈ ജാത്യാധിക്ഷേപം തെളിവ് അവർ ഹാജരാക്കുന്നത് ഒരു ഓഡിയോ തെളിവ് അവർ ഹാജരാക്കിയിട്ടുണ്ട് ശ്രീ കൃഷ്ണകുമാർ. അതായത് താങ്കൾ സംസാരിക്കുന്ന ഒരു ഓഡിയോ അവർ കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഒരു തെളിവായിട്ട് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് താങ്കൾക്ക് കേൾക്കണമോ ആ ഓഡിയോ? ആ ഓഡിയോയില് നിങ്ങൾ കേട്ടല്ലോ. അല്ല, പുറത്തുവിടാനൊന്നും ഇല്ലെന്നേ. ഞാൻ കേട്ടതാ. ഓഡിയോ വേണമെന്നില്ല, ഞാൻ കേട്ടതാ. അതിനകത്ത് എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെ, കേട്ടു. ഹലോ, കേട്ടു. ഹലോ. അപ്പം ഞാൻ ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അതായത് ഞാൻ 4 പെൺമക്കളെ വളർത്തുന്നതാണ്. എൻ്റെ മക്കളെ, അതും ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ രാത്രി വിളിച്ച് ഏതോ ഒരുത്തൻ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല, ഞാൻ അതിന് റിയാക്ട് ചെയ്യും. ഞാൻ ഇതിനകത്തൊക്കെ വളരെ മയമായിട്ട് സംസാരിച്ച് ഒരു സ്വന്തം പെൺമക്കളെ അധിക്ഷേപിക്കുമ്പോഴത്തേക്ക് അത് പെൺമക്കളുടെ മാതാപിതാക്കൾക്ക് അറിയാം അതിൻ്റെ വേദന. അത് കൃത്യമായി പ്രതികരിക്കേണ്ടതാണ്. ഞാൻ പ്രതികരിച്ചത് കുറഞ്ഞു പോയതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് പോലും എവിടെയെങ്കിലും ഈ പറഞ്ഞല്ലോ നിങ്ങൾ ജാതി അധിക്ഷേപം അല്ലെങ്കിൽ എന്തോന്ന് അവരോട് അങ്ങനെ കാണിച്ചു. നിങ്ങൾ ദിയയുടെ സോഷ്യൽ മീഡിയയിലെ ഏത് വീഡിയോ ചെക്ക് ചെയ്താലും മതി, ദിയയുടെ ഒരു 5-ാം മാസത്തെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ഇതിലെ ഒരു കുട്ടി വന്നിട്ട് അതിനകത്ത് പൂജ നടത്തുന്ന പോലെ നടത്തുന്നു. അറിയാം, ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, ഫോട്ടോ സഹിതം ഇതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആരോപണം മാത്രമായി പോകും. കാരണം ഇത് കോടതിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതിനൊക്കെ തെളിവ് കൊണ്ടുവരേണ്ടി വരും. തെളിവ് ഇപ്പം തന്നെ ഇവർ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്പോൾ ഇവർക്ക് റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഞാനും ഇവിടെ വന്നു, എല്ലാ കാര്യവും ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തു, അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നു. തിരിച്ച് അവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ എൻ്റെ ഒരു ഫോൺ കോൾ അല്ലാതെ ഈ ജാതി അധിക്ഷേപം ഈ പറഞ്ഞതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കട്ടെ. നിങ്ങൾ ചോദിച്ചാൽ മതി, തെളിവ് കൊണ്ടുവരാൻ പറയൂ. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലൊക്കെ അവരെ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് കേൾപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ തൽക്കാലം അതിൽ ഇരിക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രതികരണം ഇപ്പോൾ തത്സമയം തേടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നോക്കാം അവർ പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളത്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിപ്പോൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതായത് ടാക്സിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് പിന്നീട് അത് കൊടുത്താൽ മതി എന്നങ്ങനെയൊന്നും ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾക്കല്ല. കാരണം അതാ പറഞ്ഞത്, സിമ്പിൾ ചോദ്യം ചോദിക്കുക. ടാക്സിന്റെ പ്രശ്നം വരുമ്പോൾ അടച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ പിടിക്കും, അവരടച്ചിട്ടില്ല അവരെ പിടിക്കും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ എല്ലാം ഓഡിറ്റഡ് ആണ്, ഞങ്ങളുടെ എല്ലാം ടാക്സ് പെയ്ഡ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇതിനകത്ത് എന്താ കുഴപ്പം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൈസ എടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. അവരെന്നെ പറഞ്ഞാണല്ലോ, ദിയ പറഞ്ഞു, ആര് പറഞ്ഞു ആയിക്കോട്ടെ, ശരി, എടുത്താൽ ഈ പൈസ ഞങ്ങൾക്ക് തരേണ്ടതല്ലേ? തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ അവരെ തെളിവ് കാണുമല്ലോ, തെളിവ് ഹാജരാക്കട്ടെ. ചാനലിൽ കാണിക്കട്ടെ ഈ എടുത്ത പൈസ എത്രയാണെന്നും. അത് ആദ്യം ചോദിക്കുക നിങ്ങൾ. കൃഷ്ണകുമാർ, അവർ പറഞ്ഞത് ഒരു മാസം ഏതാണ്ട് ഒരു 60,000 to 1.5 ലക്ഷം, അതാണ് സാധാരണയായി അവിടെ കിട്ടിക്കൊണ്ടിരുന്ന തുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 69 ലക്ഷത്തിന്റെ കണക്കൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തി അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനൊന്നും തെളിവുള്ളതല്ല. സിമ്പിൾ പറയൂ. ആരോപണങ്ങൾ എന്ന് പറയും. ഇതെല്ലാം അവർ പറഞ്ഞല്ല, അവർ പറഞ്ഞ ആരോപണങ്ങൾ മാത്രം. ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം. ശാസ്ത്രീയമായി തെളിവ് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നിൽക്കേണ്ട സ്ഥലങ്ങളിൽ നിൽക്കത്തുള്ളൂ.
താങ്കൾ ഒരല്പസമയം കൂടി തുടരണം. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ താങ്കൾ ഇത് വിശദമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇതിൽ ഒരു പരാതി ആദ്യം കൃഷ്ണകുമാർ നൽകിയതാണ്. അതിനുശേഷമാണ് ഒരു കൗണ്ടർ പരാതി എന്ന തരത്തിൽ ഈ പെൺകുട്ടികളുടെ പരാതി വരുന്നത്. പിന്നീട് കുടുംബത്തിനും കൃഷ്ണകുമാറിനുമെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ ഈ പെൺകുട്ടികൾ അല്പസമയം മുൻപാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. രാവിലെ മുതൽ തന്നെ കൃഷ്ണകുമാറും മകളും മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും തെളിവുകളടക്കം പോലീസിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ഈ പെൺകുട്ടികൾ കുറ്റം സമ്മതിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾക്ക് അവർക്ക് തെളിവുകളില്ല, അവർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ പരസ്പരം? താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ഒരൊറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ വായനയിൽ എന്നൊക്കെ പറയുന്നത് പോലെ താങ്കൾക്ക് എന്താണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒറ്റ നോട്ടത്തിൽ ഇതൊരു ട്രൂ കേസാണ്. 69 ലക്ഷം രൂപ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരെ അടിച്ചു മാറ്റിയെങ്കിൽ അത് QR കോഡിൽ കൂടി ആണെങ്കിൽ ആ കണക്ക് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും ബാങ്കിൽ. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പണം ഇവർ QR കോഡ് മാറ്റി അവരുടെ അക്കൗണ്ടിൽ മാറിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനുള്ള കഴിവ് ആ കുട്ടികൾക്കുണ്ടോ, അതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരാളൊരു കേസ് കൊടുത്തു 69 ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തില്ല, അത് തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ തന്നെയാണ്. അതിനകത്ത് കൃഷ്ണകുമാറിനെ മകളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ ആ ഒരു സ്ഥാപനത്തിൽ ഇത്ര ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടോ എന്നുള്ള കാര്യം, എന്തായാലും അവിടെ വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അതിൻ്റെ ടാക്സിൻ്റെയും അല്ലെങ്കിൽ GSTയുടെ ഒക്കെ വേറെ കണക്കാണ്. പക്ഷേ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ട്രൂ കേസ് തന്നെ, അതിന് യാതൊരു സംശയമില്ല. അതിനൊരു കൗണ്ടർ കേസ് ജാതിയുടെ കാര്യമൊക്കെ പറഞ്ഞ് അത് അങ്ങനെ പറയുമ്പം പോലീസിന് കേസെടുക്കാതിരിക്കാൻ ഒക്കില്ല. എടുത്തോളൂ. അന്വേഷിക്കുമ്പോൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. കാരണം അത് ജാതി പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാരെയല്ലേ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജാതിയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കുട്ടികളെ അവിടെ ജോലിക്ക് എടുത്തത് തന്നെ അവരോട് സഹോദരിയെ പോലെ പെരുമാറുന്ന തുടക്കത്തിലൊക്കെ. ഈ സംഭവത്തിൻ്റെ പിക്ചർ മാറുന്നത് അവിടെ ഒരു 69 ലക്ഷം രൂപയുടെ മിസ്അപ്രോപ്രിയേഷൻ വന്നപ്പോഴാണ്. അത് ആ കുട്ടികളാണ് എടുത്തതെന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് പോലീസിന് മുന്നോട്ട് പോകുന്നതിന്? അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അത് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, അതിനും തടസ്സമില്ല. കൃഷ്ണകുമാർ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. മകളും അത് സെറ്റിൽ ചെയ്യാൻ അവർ റെഡിയാണ്. 69 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞിട്ടും അവർ റെഡിയാണ് സെറ്റിൽ ചെയ്യാൻ. അങ്ങനെ 8-9 ലക്ഷം രൂപയായിട്ട് വന്നു, ആ പണം വാങ്ങിച്ചു, അതിന് ബാക്കി പണത്തിനോട് സമാധാനം പറയണമല്ലോ. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആ കേസ് വിഡ്രോ ചെയ്യുക. അവർ പോലീസിൽ ഒരിക്കൽ കേസ് എടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പോലീസിനത് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് റെഫർ ചെയ്ത് കളയാൻ ഒക്കുള്ളൂ. പക്ഷേ ആ കുട്ടികളെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പോലീസിനടുത്ത് പറയുമ്പം പോലീസിന് കേസെടുക്കാതിരിക്കാൻ ഒക്കില്ല. അതിൻ്റെ അത് സത്യസ്ഥിതിയോ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അതേ സമയത്ത് അത് തട്ടിക്കൊണ്ട് പോയാലാണ് ആ ജീവനക്കാരെ എങ്ങോട്ട് തട്ടിക്കൊണ്ട് പോകാൻ, അതൊക്കെ കള്ളമാണ് പറയുന്നതെന്നേ പറയാനൊക്കുള്ളൂ. അതൊന്നും അങ്ങനെ ഒരു ഡിഫൻസ് കൊണ്ടുവരരുത്, അത് അവർക്ക് തന്നെ ദൂഷ്യമാവും. ഇപ്പം കേസും കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ കേസിനകത്ത് എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ ഇല്ലെന്ന് പോലീസ് നോക്കും, അന്വേഷിക്കട്ടെ. പക്ഷേ ഒരാൾക്ക് ഒരു പണം നഷ്ടപ്പെട്ടു, ആ പണം നഷ്ടപ്പെട്ടതിന് പോലീസ് സ്റ്റേഷനിലാരും എവിടെ പോകാൻ നോക്കും? അവർ തമ്മിൽ സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ സംവിധാനം അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയും. അതിന് കുറ്റപ്പെടുത്താൻ ഒക്കില്ല. കൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞാൽ 4 പെൺകുട്ടികളാണ്, അതിലൊരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവർ ചിലപ്പം ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും നോക്കുമായിരിക്കാം. അവിടുന്ന് വേറെ കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൽ വരണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം? ആ പെൺകുട്ടിയുടെ പിതാവല്ലേ കൃഷ്ണകുമാർ. അപ്പോൾ അവരുടെ ഓഫീസിൽ പോയി പ്രശ്നം എവിടെ വെച്ച് സംസാരിച്ച് തീർക്കണം. അതേസമയത്ത് കൃഷ്ണകുമാർ വീട്ടുകാരും ഈ സംഭവം പോലീസിൽ കൊടുത്തപ്പം മുതൽ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം അത് സെറ്റിൽ ചെയ്യണം. അവർ അതിന് തയ്യാറാണ് സെറ്റിൽ ചെയ്യാൻ. കുറേയൊക്കെ നഷ്ടം അവർ സഹിക്കാനും റെഡിയാണ്. അതങ്ങ് തീർന്നു പോകേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇതിപ്പം വഷളാക്കി ആരോ ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിച്ചിരിക്കുന്നു. അത് കാര്യങ്ങൾ കൈവിട്ടു പോയോലെ എനിക്ക് തോന്നുന്നു. അതാണ് ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് സംശയം എന്താണ്? താങ്കൾക്ക് സംശയമുണ്ടോ അങ്ങനെ ആരുടെയെങ്കിലും ഒരു കുബുദ്ധി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന്? അല്ല സൗകര്യം, അതിന് മുമ്പ് ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. അതായത് ഇതിനകത്തുനിന്ന് പണം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ് പോലീസിന് എടുക്കാൻ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. പോലീസ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇവരുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര രൂപ വന്നിരിക്കുന്നു, പോയിരിക്കുന്നു, ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, ഇത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ടാക്സിൻ്റെ പ്രശ്നം അത് ഞങ്ങളുടെ ഓഡിറ്റർ കൊടുത്തോളും, അവരും കൊടുക്കട്ടെ. അവർ ഇത്രയും രൂപ എടുത്തിട്ട് അവരും കൊടുക്കണ്ടേ?
അവരുടെ ഇതിൽ നിന്ന് ഞങ്ങളുടെയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തെളിവുകൾ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും എവിടെ ഇരുന്ന് സംസാരിക്കും? ഞാൻ പരാതി പോകണമെങ്കിൽ എനിക്ക് പോകാമായിരുന്നു, പക്ഷെ അപ്പോഴും പെൺകുട്ടികളാണ്. മോള് തന്നെ പറഞ്ഞു, അച്ഛാ പരാതിക്ക് പോകണ്ട, അവർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്നിട്ട് പോലും 69 സമ്മതിക്കണം. ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ അവർ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്തിട്ട് അവർ പറയുന്നത് 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ. അതും പോട്ടെ, എന്നിട്ട് അവസാനം പറയുന്നു നമ്മൾ 8 ലക്ഷത്തി ചില്ലുവാൻ ഇവർ ക്യാഷ് കൊണ്ട് തരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ട്. അവരെങ്ങനെ തന്നു എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ബാക്കി ഇത്രയോട്, ഞങ്ങൾ കുറച്ച് സമയം തരണം, ഞങ്ങൾ തരാം, ചെക്ക് തരാമെന്ന്. ചെക്ക് പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഇവർ ആ ചാനലിൽ പറയുന്നു ചെക്ക് വാങ്ങിച്ചു എന്ന്. അവർ കാണിച്ചു തരട്ടെ. അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ചെക്കില്ല. ഞാൻ പറഞ്ഞു ശരി, ഒരു വെള്ള പേപ്പറിൽ എഴുതി തന്നിട്ട് അവർ പോകുന്നത്. ഇതിനും പുറമെ ജാതീയത എന്ന് പറഞ്ഞു. വീണ്ടും ജോർജ് ജോസഫ് സാർ പറഞ്ഞതിൽ തന്നെയും വരാം. കാരണം ജാതി നോക്കിയായിരുന്നെങ്കിൽ ജോലി കൊടുക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ജാതി മതം നോക്കി കൊടുത്താൽ പോരെ. ഞങ്ങളെ എല്ലാ ജാതിയും കൂടി മിക്സ് ചെയ്തൊരു കല്യാണം കഴിച്ചൊരു കുടുംബമാണ്. ഇതിനകത്ത് എന്ത് ജാതി എന്ത് മതം, അങ്ങനെയാണെങ്കിൽ അത് നോക്കി കൊടുത്താൽ പോരെ. ഇന്ന് വളരെ ഈസിയല്ലേ ആധാർ കാർഡ് എടുത്ത് വെച്ചിട്ട് ഒരാളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ, ഒരാളുടെ ജാതിയും മതവും കണ്ടെത്താൻ. അപ്പോൾ ഈ രക്ഷയില്ലാതെ വരുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പറയും. ഇതിന്ന് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. കാരണം തെറ്റ് ചെയ്ത് കഴിഞ്ഞൊന്ന് പിടിക്കപ്പെടുമ്പോൾ പറയപ്പെടുന്നൊരു സാധനമാണ് ജാതി, പിന്നെന്തോ പാവപ്പെട്ടവർ, മറ്റത് മറിച്ചത്. ഇങ്ങനെ ഒന്നും നമ്മുടെ വീട്ടിലില്ല. നിങ്ങൾക്കൊക്കെ ഒന്നുമില്ലെങ്കിലും ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇത്രയും കാലമട്ടറിയാം, എവിടെയെങ്കിലും ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെയോ എൻ്റെ മക്കൾക്കെതിരെയോ എന്തെങ്കിലും ഒരു കേസ് വന്നിട്ടുണ്ടോ? സ്വാഭാവികം. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ എൻ്റെ താഴെ വന്ന് കമൻസൊക്കെ വരും. അതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ്. അല്ലാതെ എവിടെയെങ്കിലും, കാരണം അത്യാവശ്യം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെ മക്കളെ വളർത്തിയത്. അതുകൊണ്ട് ഞാൻ ഈ മക്കൾ പോലും ഒരിടത്തു പോയിട്ടും ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അത്രമാത്രം പ്രഷർ അവർക്കുണ്ടാകുന്നുണ്ട്. നിങ്ങൾ സ്ത്രീയാണ്, നിങ്ങൾക്കറിയാം നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി വരുമ്പോൾ മോൾ ഓടിച്ചുകൊണ്ടുവന്ന കാറിനെ തടഞ്ഞു നിർത്തി ഒരുത്തൻ ചീത്ത വിളിക്കുന്നത് എൻ്റെ വീഡിയോ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ പുറത്തോട്ട് വിട്ടിട്ടില്ല. ഞങ്ങൾ പോലും ഇന്നത്തെ ദിവസം ഈ മാധ്യമങ്ങളോട് ഒരു അക്ഷരം ഇന്നെത്തിയതുവരെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ഇന്നിത് എങ്ങനെയാണെന്നുള്ളത് പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഈ വാർത്ത വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നത് പ്രകാരമാണ് പിന്നെ ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യണം. കാരണം ഞങ്ങൾക്കെതിരെ ആരോപണം വരുമ്പോൾ ഇന്ന് ഞങ്ങൾ ആരും അറിയാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ഇത് 6 പേരെയും തിരിച്ചറിയാവുന്നവരാണ്. ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യണം. എനിക്ക് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തിനെയും സംരക്ഷിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ അവിടെ നേരിട്ട് പരാതി കൊടുക്കാൻ കാര്യം. അപ്പം തന്നെ മെയിൽ അയച്ചു, ഡീറ്റെയിൽസ് അയച്ചു. അവരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ശക്തവും നീതിയുക്തമായ ഒരു വാക്കും ഒരു ഉറപ്പുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ന് നോക്കണം. ശനിയാഴ്ച ദിവസം തന്നെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. പരാതി കൊടുത്ത ഞങ്ങളെ ഒരു തെളിവ് ഇതുവരെ ഒരിടത്തും ഈ കുട്ടികൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഫോൺ കോളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ സംസാരിക്കും, എനിക്ക് വേദനിക്കും. കാരണം വെച്ചാൽ എൻ്റെ മകള്, അതും ഗർഭിണിയായിട്ടിരിക്കുന്ന മകളെ പൈസ തട്ടിക്കൊണ്ട് പോയവർ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ അതിലെന്ത് ശിക്ഷ വന്നാലും ഞാൻ ഇനിയും പറയും, എൻ്റെ മക്കളെ എനിക്ക് സംരക്ഷിക്കേണ്ട കടമയുണ്ട്. പെൺമക്കളുടെ തന്തയാണ്, സംരക്ഷിക്കുക ചെയ്യും. അത് ആണാണെങ്കിലും സംരക്ഷിക്കും. തെറ്റ് ചെയ്യാതെ ന്യായം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിൽ യാതൊരു മാറ്റവുമില്ല. അതെ, ഇതിലിപ്പോൾ ഇവർ പറയുന്നത് ആദ്യം ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി, അതിനുശേഷം മറ്റൊരു ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു 10-ലേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഡ്രൈവർമാർ, മക്കളുടെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു സന്തോഷ് എന്ന് പേരുള്ള ഒരാൾ, അയാൾ പോലീസാണ് എന്നാണ് പറഞ്ഞത്. 15 ലക്ഷത്തിൻ്റെ 3 ചെക്കുകൾ എഴുതി വാങ്ങി എന്നാണ്. ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണോ? ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ചെക്ക് എഴുതി വാങ്ങിയെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കൂ, ആ ചെക്കിൻ്റെ നമ്പർ ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി. ആ വാങ്ങിച്ച ചെക്കിൻ്റെ നമ്പർ ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി. ഇവർ ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന ലെറ്ററിൻ്റെ കോപ്പി ഞങ്ങളുടെ ഉണ്ട്, ചെക്ക് തന്നിട്ടില്ല. ചെക്കിൻ്റെ ഫോട്ടോ അവരൊന്ന് തരാൻ പറയൂ. ആ ഫോട്ടോ അവരുടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഉണ്ട്. ഒറ്റ ചോദ്യം ചോദിക്കൂ, ഏത് ബാങ്കിലെ ചെക്ക് നമ്പർ ഒന്ന് ചോദിച്ചാൽ മതി. അതെ, അപ്പൊ ഇതിൽ ഈ ആളുകൾ 10ഓളം ആളുകൾ ഉണ്ടായിരുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, 10 അല്ല 15-20 ഉണ്ട്. കാരണം അല്ല, ഒറ്റക്കാര്യം കേൾക്കൂ. അവർ തന്നെ പറഞ്ഞല്ലോ, അവർ പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണ്? ഡ്രൈവർമാർ, ഇവിടുത്തെ സ്റ്റാഫ്. എൻ്റെ ഓഫീസാണ് ഇവിടെ തുറന്നു കിടക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരും ഡെയിലി വരുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടും സിനിമാപരമായിട്ടും പല കാര്യങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നു. ഇവിടെ ധാരാളം ആൾക്കാരുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, ഇതിൽ ഒളിച്ച് തട്ടി ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇത്രയും ആൾക്കാർ നിൽക്കുന്നു. ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്, ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്. അവർ പറഞ്ഞ ശരി തന്നെ. അപ്പോൾ ഇതിനൊക്കെ അവരൊരു ഫ്ലാറ്റിൽ വന്നു. എൻ്റെ മകൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഓഫ് കോമൺ ഹാളാണ്, അവിടെ ഇരുന്നാണ് സംസാരിച്ചിരിക്കുന്നത്. പോലീസ് ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വീഡിയോ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഞങ്ങളുടെ. നിങ്ങളൊന്ന് പോലീസ് വേണ്ടി ചോദിച്ചാൽ മതി.
ഇതിൽ എന്തെങ്കിലും ഒരു സംശയം എൻ്റെ ഭാഗത്തുണ്ട്, എന്ത് ചോദ്യം ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഒരിടത്തും പോയിട്ടില്ല. അതെ. ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഞാനും കുടുംബം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒളിച്ചു മാറാൻ ഒന്നും താല്പര്യമില്ല. ആ വീഡിയോ ആണോ ഇവിടെ താങ്കൾ തെറ്റിന്റെ രാവിലെ ഇന്ന് ഞങ്ങളുടെ പുറത്തു ഭാഗത്തില്ല. വിട്ടത് കൃഷ്ണകുമാർ? അതായത് അവിടെ വന്നതിന് ശേഷം നിങ്ങൾ സംസാരിച്ച് പോകുന്ന വീഡിയോ ആണോ താങ്കൾ പുറത്തു വിട്ടത് ഇന്ന് രാവിലെ? പുറത്ത് വിടുക എന്ന് പറയുമ്പോൾ ആൾക്കാർ വയ്ക്കുന്നത് എല്ലാവരും വന്ന് കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? അതായത് ഇപ്പോൾ ആ ഓഫീസിൽ വന്ന് നിങ്ങൾ സംസാരിച്ച് പിന്നീട് അവർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ആ വീഡിയോ ആണോ ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് താങ്കൾ നൽകിയതും പോലീസിൽ നൽകിയതും? അതെ അതെ, പോലീസ് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി. കാരണം ഞങ്ങളുടെ ഇവിടെ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഈ ഓഫീസ് കെട്ടിടത്തിൽ ഇപ്പോൾ പുതുതായിട്ട് എടുത്തതാണ്, ഇവിടെ CCTV ഇല്ല. അതുകൊണ്ട് പോലീസുകാർ പരിസരത്തുള്ള വീടുകളുടെ എല്ലാം CCTV എടുത്തുകൊണ്ട് പോയി. ആദ്യം മകളുടെ ഫ്ലാറ്റ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ CCTV പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കടകളിലെ CCTV മുഴുവൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ സാധനവും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബാക്കി അവരെടുത്തിട്ടുണ്ട്. ശരി, അപ്പോൾ ഇതിൽ ഈ സന്തോഷ് എന്നൊക്കെ പേരവർ പറയുന്നത് പോലീസ് എന്ന് പറഞ്ഞ ഒരാൾ, പക്ഷെ അത് പോലീസുകാരനല്ല എന്ന് പറയുന്നു. അവരാണ് നിർബന്ധിച്ച് ചെക്ക് എഴുതി മേടിപ്പിച്ചത് എന്നപ്പോൾ അപ്പോൾ സന്തോഷ് എന്നൊക്കെ ഒരു പേരൊക്കെ അവരെടുത്ത് പറയുന്നുണ്ടെന്ന്. അല്ല, ഇതിനകത്ത് ഇവർക്ക് ഈ കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് 1.5 വർഷമായി. എൻ്റെ ഓഫീസിൽ എൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽ ഈ കുട്ടികൾക്ക് അറിയാലോ. ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ പേരറിയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാവുന്നവരല്ല. അല്ലാതെ ഈ സന്തോഷ് ആയിരുന്നു എല്ലാം ഇവർക്കറിയാമല്ലോ. സന്തോഷ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം കോട്ടക് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം VRS എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം ബിസിനസ് ഉള്ളതാണ്. എൻ്റെ സ്ഥാപനത്തിൽ എന്നും വരുന്ന വ്യക്തിയാണ്. ആരാ ഈ പോലീസ് എന്ന് വരുത്ത് പറഞ്ഞത്? ഇവർക്ക് അദ്ദേഹം പോലീസാണെന്ന് അവർക്ക് തോന്നി. ഇപ്പം എന്ത് ചെയ്യാനാണ്? ഇപ്പം നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് പോലീസാണ്, ഇത് മറ്റേതാണെന്ന് അവർക്ക് തോന്നിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഈ ആരോപണങ്ങൾ എന്ത് വേണോ പറയാം ക്യാമറ മുമ്പിൽ വന്ന്. കാരണം അവരെ പറഞ്ഞ് പഠിപ്പിച്ചു, അവർ തന്നെ പറഞ്ഞു, അഡ്വക്കേറ്റ് പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ പറയുന്നതെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അതെ, കഴിഞ്ഞ കുറേ സമയമായി നമ്മൾ അവരെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് പറയാനുള്ളത് എന്താ എന്നത് ഒരിക്കൽ കൂടി കേൾക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. രണ്ടു വശവും കേട്ടുകൊടുക്കുക എന്നുള്ള ആ ഒരു മാധ്യമധർമ്മം. പക്ഷേ അവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യം കൂടി ഒന്ന് കാണിക്കാം, ഒരു കാര്യം കൂടി ഒന്ന് കാണിച്ചേക്കാം. ഇവർ സൗകര്യം ഒരു സെക്കൻഡ്, ഇവർ പറയുന്നുണ്ടല്ലോ അവരാണ് ആദ്യം പരാതി കൊടുത്തതെന്ന്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കിക്കോളൂ, ഇത് പോലീസിന്റെ റെസീറ്റാണ്. നിങ്ങൾ ഡേറ്റ് വേണേൽ ഫോക്കസ് ചെയ്തോളൂ. ഓക്കെ, ഇവിടെയാണ് തോന്നുന്നു ഡേറ്റ് കിടക്കുന്നത്. നോക്കിക്കോളൂ, കേസിന്റെ നമ്പർ എല്ലാം നോക്കിക്കോളൂ. ഓക്കെ, ഓക്കെ ആണോ? ഇത് കാരണം അറിയോ, ഇതൊന്നും കാണിക്കാനോ പറയാൻ താല്പര്യമില്ല. പക്ഷേ നിരന്തരം ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്ക് ഡിഫെൻഡ് ചെയ്യാനോ ഒന്ന് സംസാരിക്കാൻ എനിക്കിപ്പോഴും ഈ കുട്ടികൾക്കെതിരെ അവരെ പിടിച്ചകത്തിട്ട് അതൊന്നും അല്ല നമ്മുടെ ആഗ്രഹം. അവർ പറഞ്ഞ പൈസയുടെ പകുതി താഴെ ഞാൻ കട്ട് ചെയ്തിട്ട് സംസാരിച്ചു. നേരത്തെ ജോർജ് ജോസഫ് സാറ് പറഞ്ഞ നമ്മൾ നോക്കും കോംപ്രമൈസിൽ എത്താൻ പറ്റുമോ, എത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമല്ലോ എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. പക്ഷേ അവർ ഒരു സ്റ്റേജിൽ വന്നിട്ട് അവിടെ നിന്ന് ആരോ ഇവർക്കൊരു തെറ്റായ ബുദ്ധി കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ. കാരണം അവരുടെ പൈസ ഇരിക്കുകയാണ്. സ്വാഭാവികത്തിനകത്തൊരു കുട്ടി വീട് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടി. ഇതെല്ലാം നമ്മളിലുണ്ട്. അതായത് ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ച് അവർ വീട് വെച്ചു എന്നതാണോ കൃഷ്ണകുമാർ? പ്രശ്നം തീരുമല്ലോ. അല്ലാതെ കാരണം ഇവിടെ വരുമ്പോൾ ഈ കുട്ടികളുടെ സാമ്പത്തികം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞല്ല അറിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കുട്ടിയുടെ കല്യാണമാണ്, വീടിൻ്റെ പാലുകാച്ചായി പോയി വിട്ടുകൊടുക്കണം, ഇതെല്ലാം ഇവർ പറയുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളിതൊന്നും അന്വേഷിച്ച് പോയില്ല. ഇവർ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഇതിലൊരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ എൻ്റെ പൊന്നനിയാ, നമുക്ക് ഇതിനകത്ത് നിങ്ങളോട് ഒരു വ്യക്തിപരമൊന്നുമില്ല, നിങ്ങൾ തെറ്റ് കാണിച്ചു, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു, ഇത് ഇത് ചാറ്റ് എഴുതുന്നുണ്ട്, ഞങ്ങൾക്ക് വെളിയിൽ പോയാൽ ഞങ്ങളെ അറിയപ്പെട്ട പ്രശ്നമാവും. ഇതൊക്കെ കൊണ്ടാണ് പരാതിക്ക് പോകാത്തത്. ആലോചിക്കുക, ഇനി ഈ ഭീഷണി വരുന്നത് വരെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല. ആലോചിക്കൂ. അതെ, അതെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ആദ്യം ഭീഷണിപ്പെടുത്തിയത് ഇതിലൊരു പെൺകുട്ടിയുടെ ഭർത്താവ് വിളിച്ച് ഏത് തരത്തിലേക്ക് ഭീഷണിയായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ? അല്ല, ഏത് തരം എന്ന് വെച്ചാൽ ഒറ്റ കാര്യം ആലോചിക്കുക. നമ്മൾ ഒരു രാത്രി 10:11 മണി അല്ലെ എത്ര സമയം കൃത്യമായിട്ട് ഓർക്കില്ല, ആ സമയത്ത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ ഒരുത്തും വിളിച്ചിട്ട് ഈ പരാതിയിൽ നിന്ന് പിന്മാറണം, മറ്റാണ് മറിച്ചാന്ന് പറയുന്നത് തന്നെ ഒരു ഭീഷണിയല്ല. അതിന് ഇന്ന തെറി വിളിക്കണം അല്ലെങ്കിൽ ഇന്നത് വിളിക്കണം എന്നുള്ളതല്ല. രാത്രി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. ആലോചിക്കൂ. ഇപ്പം നിങ്ങൾ രാത്രി ജോലി കഴിഞ്ഞ് പോയി വീട്ടിലിരിക്കുമ്പോൾ ആദ്യം കുറേ നേരം ഫോൺ എടുക്കാതിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കടുത്ത ഭാഷയിൽ സംസാരിക്കുന്ന പോലും ത്രെട്ടനിങ് അല്ലേ? ഒരു സ്ത്രീക്ക് അത് ഭയം ഉണ്ടാക്കുന്ന കാര്യമല്ലേ രാത്രി? തീർച്ചയായും.
ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു. അതേ ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇതിനകത്ത് ന്യായത്തിന്റെ ഭാഗത്ത് നിന്നാൽ നമുക്കറിയാം. പറയൂ. അല്ല, ഞാനിതാ പറഞ്ഞു വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തീർത്തും ഇവരുടെ ഭാഗത്ത് ആരോപണങ്ങൾ മാത്രമുള്ളൂ. അതിപ്പോൾ ചാനലിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടപ്പെടാതിരിക്കാം, കുറച്ച് ചെടിവാരി അറിയാൻ ഇവർക്ക് സാധിക്കും. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ പൊതുരംഗത്ത് വന്നിട്ട് 36 കൊല്ലമായി. ഞാനൊരു ന്യൂസ് റീഡറായിട്ട് ദൂരദർശൻ ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം നടനാവുന്നു, രാഷ്ട്രീയത്തിൽ വരുന്നു, മക്കൾ ഇതിനകത്ത് നിൽക്കുന്നു, ഭാര്യ ഉൾപ്പെടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുരംഗത്ത് നിൽക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനൊരു ഒരു വിഷയമുണ്ടാകും. അത് നമുക്കറിയാം. അതുകൊണ്ടൊക്കെ കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നതിൻ്റെ കാരണം. അത് ഭയന്നിട്ടല്ല, അവരെയും കൂടി പ്രൊട്ടക്ട് ചെയ്ത് പോകാം, ഈ കാര്യം തീരുന്നെങ്കിൽ തീരട്ടെ എന്ന്. അവർ പറയുന്നു അവർ പരാതി കൊടുത്തു, ഞങ്ങൾ കൗണ്ടർ കൊടുത്തെന്ന്. ഞങ്ങളാണ് ആദ്യം പരാതി കൊടുത്തത്, കാരണം അതിനും അവരാണ് കാരണക്കാർ. ഇതിലിപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്താണ് താങ്കൾക്ക് ഇതിലൊരു ആക്ഷേപമുണ്ടല്ലോ? പോലീസ് ഇതിൽ ഈ പരാതി തട്ടിക്കൊണ്ടുപോകൽ, അതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. അത് അവധി ദിനങ്ങൾ നോക്കി. അങ്ങനെ പോലീസിനെതിരായ താങ്കളുടെ ആക്ഷേപം എന്താണ്? ഞാൻ അതിലേക്ക് വരും. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക്. ശ്രീ കൃഷ്ണകുമാർ, ഇപ്പോൾ ഈ കാര്യത്തിൽ താങ്കൾ പറയുന്നത് പോലെ ആദ്യം ഒരു പരാതി കൊടുക്കുകയാണ്. അതിനുശേഷം ആണ് ഈ പെൺകുട്ടികൾ മറ്റൊരു പരാതി, ഒരു കൗണ്ടർ പരാതി തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പോലീസിൽ ഇങ്ങനെ ഒരു പരാതി താങ്കൾ കൊടുത്തതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടി എന്താണ്? താങ്കൾ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം നൽകിയിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. പോലീസിന്റെ ഭാഗത്തുനിന്നാണ്. അതെ അതെ. അല്ല, ഞങ്ങളെ സ്വാഭാവികമായിട്ടും മൊഴി എടുക്കാൻ വിളിപ്പിക്കുമല്ലോ. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു, മ്യൂസിയം സ്റ്റേഷനിൽ. അവിടെ ചെന്ന് മൊഴി കൊടുത്തിട്ട് തിരിച്ചു പോവുകയായിരുന്നു. ശരി. അപ്പോൾ അതിനുശേഷം പിന്നീട് അതിൽ എന്താണ് അവരുടെ അടുത്ത നടപടി? അവർ ഈ പെൺകുട്ടികളെ വിളിച്ച് ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള അതിൻ്റെ തുടർ നടപടികളുണ്ടല്ലോ. ആ ഫോളോ അപ്പ് ആക്ഷൻ എന്താണ് എന്നുള്ളതിലൊക്കെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തിരുന്നു? അത് ഞങ്ങളവിടെ പോകുമ്പോൾ അവരും ഇല്ല, അവിടെ നിന്ന് അപ്ഡേഷനൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് മൊഴി കൊടുക്കാൻ പോയ സമയത്ത് അവരെല്ലാവരും അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു. അവരെ അവിടെ എത്തി CI ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചായിരുന്നു മുറിയിൽ കൊണ്ടുവന്നിരുന്നു, അവരുടെ അദ്ദേഹത്തിൻ്റെ. എന്നിട്ട് രണ്ടുപേരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാ തെളിവും ഞങ്ങളുടെ കൈവശമുള്ള വീഡിയോയും മറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വലിയ നീതി കിട്ടുന്നില്ല. കാരണം ഇവരുടെ കൂടെ ആരോ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന പ്രകാരമാണ് ഈ കുട്ടികൾ സംസാരിക്കുന്നതൊക്കെ. അതിന് ശേഷം ഞങ്ങളവിടെ ഇറങ്ങി മൊഴി കൊടുത്തു, ഞങ്ങൾ പോയി. സ്വാഭാവികമായിട്ടും അവരുടെ മൊഴി എടുത്ത് കാണാം. പക്ഷേ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഫോൺ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ആ തെളിവാണ്, ഈ തെളിവാണ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഓഫീസുകളും എല്ലായിടത്തും കഴിഞ്ഞ 2 ദിവസമായിട്ട് പോലീസുകാർ വന്ന് ആ വീഡിയോ ഈ വീഡിയോ അതെ. ഇപ്പോൾ ഈ നീതി കിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നി എന്ന് പറയുന്നതിന് അതെന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ? അല്ല, സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ആ പരാതി കൊടുത്ത ആൾ തെളിവ് സഹിതം കൊടുത്തിരിക്കുന്നു, ഇത്രയും സാമ്പത്തികം പോയിരിക്കുന്നു, ഇതാണ്. അതിനെതിരെ ഒരു നടപടി എടുത്തതായിട്ട് കാണുന്നില്ല. എന്നാൽ കൗണ്ടർ പരാതി കൊടുത്തവർ അവരുടെ നടപടി പ്രകാരം ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് വെച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ന്യായം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ഉദ്യോഗസ്ഥരിൽ നിന്ന്. അതെ. അപ്പോൾ ആ കേസിന്റെ വിശദാംശങ്ങൾ താങ്കൾക്ക് കിട്ടിയോ? ഈ കൗണ്ടർ പരാതിയുടെ പേരിൽ താങ്കൾക്കെതിരെ, കുടുംബത്തിനെതിരെയൊക്കെയാണ് അല്ലേ? ഇല്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നീടാണോ താങ്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത്? അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലായത് കൊണ്ടാണ്. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഓഫീസിൽ പതുപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മാധ്യമ സുഹൃത്തുക്കൾ 2-3 വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ 24 ന്യൂസ് ചാനലിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു കൃഷ്ണകുമാർ, ഇത് എന്താണ്? അപ്പം നമ്മളിത് അറിയുന്നുമില്ല, കാരണം നിങ്ങൾ നമ്മളെ സമീപിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കിട്ടി. അപ്പോൾ ഞാൻ വന്നോളൂ, കാരണം ഇതുവരെ ഞാൻ മിണ്ടാതിരിക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ എൻ്റെ വശം കൂടി ആൾക്കാർ കേൾക്കണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞൊരു തിരിച്ചറിവുള്ളവർ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ രാഷ്ട്രീയത്തിലും സിനിമയിലും നിൽക്കുന്നവരാകുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾക്കെതിരെ ആരോപണം വരുമ്പോൾ നമ്മൾ കുറ്റക്കാരാണെന്ന് ആൾക്കാർക്ക് ആദ്യം ചിലപ്പോൾ തോന്നിയെന്ന് വരും. അപ്പോൾ അത് തിരുത്തേണ്ട ബാധ്യത എനിക്കുള്ളതുകൊണ്ടാണ് പത്രക്കാരുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്, മാധ്യമമായിട്ടും. അതെ. അപ്പോൾ അതായത് താങ്കൾക്കും കുടുംബത്തിനുമെതിരെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകൽ കേസ് വരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾക്ക് വിവരം കിട്ടുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു വിഷമം, അല്ലെങ്കിൽ അതൊരു മാനഹാനി ഉണ്ടാക്കൽ തന്നെയാണ് അല്ലേ?
തീർച്ചയായിട്ടും. പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് ഈ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എനിക്ക് തകർന്നു പോകാനോ അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കാനോ ഒളിച്ചിരിക്കാനോ ഒന്നും ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരും. അതും കഴമ്പില്ലാത്ത ആരോപണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇതുവരെ ജീവിച്ചതെന്ന് കൃത്യമായി എനിക്കും അറിയാം, കുടുംബത്തിനും അറിയാം. അപ്പം നമുക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ഈ ആരോപണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മളെ ക്ലിയർ ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ്. നമ്മളെ വലിയൊരു അപകടത്തെ ഒഴിവാക്കി നമ്മളെ മേലോട്ട് പറക്കാൻ പോകുന്ന ഒരു നല്ല സമയം വരുന്നതിന് മുമ്പ് വരുന്നത്. കാരണം ഈ ഉദ്യോഗസ്ഥൻ, ഞാൻ ഒരിക്കലും പോലീസ് എന്നൊരു വാക്കുപോലും നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം പോലീസ് സേനയെ നമ്മൾ നിർവീര്യമാക്കരുത് നമ്മുടെ വാക്കുകൊണ്ട് പോലും. പോലീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സംഘടനയാണ്. ഇവിടെ എല്ലാ യൂണിഫോം ഇട്ടവരെയും നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. ഇത് ഒന്നോ രണ്ടോ പുഴുക്കുത്തുകൾ വരും, അതെല്ലാം ഇതിനകത്തും വരും. സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, ജീവിതത്തിൽ തന്നെ ഉണ്ട്. അത്തരം ഒരു ഉദ്യോഗസ്ഥൻ അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ വശംവദനാവുന്നു ഇവർക്ക് വേണ്ടി എന്നുള്ളത് നമുക്കറിയുന്നില്ല. ഇതിന് പിന്നിൽ വേറെന്തോ ഉണ്ട്. മേ ബി ഞാനൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതായിരിക്കാം, അദ്ദേഹത്തിന് അതുപരമായി അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ, നീതി ന്യായവും നടപ്പാക്കേണ്ടവർ, സുരക്ഷയും സംരക്ഷണവും കൊടുക്കേണ്ടവർ ഇങ്ങനെ തെറ്റുമ്പോൾ, അവരുടെ തീരുമാനങ്ങൾ തെറ്റുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും. അപ്പോഴാണ് എനിക്ക് ഇതും കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഗുരുതരമായ സംഭവങ്ങൾ നമുക്കെതിരെ കൊണ്ടുവരുന്നുണ്ട്, ഇതിന് പിന്നിൽ വേറെ ആരോ ഉണ്ട്. അപ്പം നമുക്ക് സമീപിക്കാവുന്ന ആരെയാണ്? ഇവിടുത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തി ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ തന്നെ സമീപിച്ചു. പക്ഷേ എൻ്റെ മനസ്സുപോലെ തന്നെ അവിടെ നിന്ന് ഏറ്റവും പോസിറ്റീവായതും ഉറപ്പുള്ള കുറച്ച് വാക്കുകളും തീരുമാനങ്ങളും അവിടെ നിന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ പറയാം, നിങ്ങൾക്ക് കൊണ്ടുപോകാം. കാരണം ആ ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച നോക്കി ഒരു വാറണ്ട് ഇടുക. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പത്രക്കാർക്ക്, മാധ്യമത്തിൻ്റെ ആൾക്കാർക്ക് നല്ലപോലെ അറിയാമല്ലോ എന്തിനാ ഈ ശനിയാഴ്ച വാറണ്ട് ഇടുന്നതെന്ന്. ഈ കുടുംബത്തിന് മൊത്തം അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പോണേ പോവും, വിധിച്ചിട്ടുണ്ടെങ്കിൽ പോവും. പക്ഷേ ഇതൊക്കെ വളരെ തെറ്റായ സംഭവമാണ് ഇത്തരം ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഹോൾ സേനയ്ക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരം ആൾക്കാർ, ഇവർക്കെതിരെ ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, നടപടിയെടുക്കുന്നതാണ് വിനീതമായ അഭ്യർത്ഥന. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? അത് ഒരുപക്ഷെ താങ്കളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ താങ്കളുടെ പൊതുപ്രവർത്തനത്തിലുള്ള ആ ഒരു താങ്കൾ അത്രയും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ്, അതോ താങ്കളൊരു നടനാണ്, താങ്കളൊരു സെലിബ്രിറ്റിയാണ്, കുടുംബം ഒക്കെ സെലിബ്രിറ്റികളാണ്? ഏത് ഘടകമായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ താങ്കളെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടന്നു എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടല്ലോ? ആരോ ഇതിന് പിന്നിലുണ്ട്. അതെന്തായിരിക്കാമെന്ന് താങ്കൾക്കൊരു കുറച്ചുകൂടി വ്യക്തതയോടെ പറയാൻ പറ്റുമോ ഈ സമയം, കൃഷ്ണകുമാർ? ഒന്നും തോന്നുന്നില്ല, ക്ഷമിക്കുക. കാരണം എന്നറിയോ, ഒരു സംശയം പോലും നമുക്ക്, അതായത് ഒരു കാരണം വേണം. ജീവിതത്തിൽ ഞാൻ ആദ്യമായാണ് അദ്ദേഹത്തെ കാണുന്നത് പോലും. ഒന്ന് ആലോചിക്കുക. ഞാൻ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ പോയാലും അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥനൊക്കെ ആദ്യം വിഷയം അങ്ങോട്ട്. ഇതെൻ്റെ ജീവിത രീതിയാണ്. എൻ്റെ അച്ഛൻ നേവിയിലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ 10-60ഓളം പേര് ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പം നമ്മളെല്ലാം ശീലിച്ചതാണ്, എവിടെ ചെന്നാലും വിഷയം. ഇദ്ദേഹം വന്നപ്പോഴും ഞാൻ എണീറ്റൊന്ന് വിഷ് ചെയ്തതാണ്. മാത്രമല്ല, നമ്മളൊരു 10-36 കൊല്ലം പൊതുരംഗത്ത് നിൽക്കുന്നതിനാകുമ്പോഴത്തേക്ക് നമുക്കറിയാം പോലീസുകാർ എങ്ങനെയാണ് നമ്മുടെ ബിഹേവ് ചെയ്യുന്നത്. എൻ്റെ 56 വർഷത്തെ ജീവിതത്തിൽ പോലീസുകാർ ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ എവിടെയും പെരുമാറിയിട്ടുണ്ട്. അത് കൊച്ചു പയ്യന്മാരോട്ട് വലിയ സീനിയർ ഓഫീസർമാർ വരെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആദ്യമേ തെറ്റി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നേരത്തെ പറഞ്ഞില്ല, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം ഇരുന്ന് ഈ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് കാര്യങ്ങൾ പറയിക്കുന്നു. പുള്ളി അത് വളരെ കാര്യത്തോടെ കേൾക്കുന്നു, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. മാത്രമല്ല, നോക്കൂ, ഇപ്പം തന്നെ ഈ നടപടി വന്നിരിക്കുന്നു. ഈ നടപടി സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതാണ്. നീതിയും ഇതും ന്യായവും നോക്കുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന നടപടിയാണോ? കൗണ്ടർ കേസ്. തെളിവുകളൊന്നും അവർക്ക് കൊടുക്കാനില്ല. ഇപ്പം തന്നെ ആ കുട്ടികളൊന്ന് ചാനലിൽ സംസാരിച്ചു. എന്തെങ്കിലും വ്യക്തമായൊരു തെളിവല്ലാതെ, അതായത് ആരോപണം ഉന്നയിക്കുക, അതിങ്ങനെ സംസാരിച്ചു പോകാം. വ്യക്തമായ ഒരു തെളിവ് ആ കുട്ടികൾ കാണിക്കാനുണ്ടോ? അതുകൊണ്ടാണ് നിവർത്തിയില്ലാതെ ഈ ജാതി കാർഡൊക്കെ എടുത്തിരുന്നത്. ഇത് നമുക്കറിയാം. ഈ ജാതി മതമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ജീവിതത്തിൽ അവസാനം ഉപയോഗിക്കേണ്ട വാക്കുകളാണ്, അവസാനം ഉപയോഗിക്കേണ്ടത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ. ഇതെല്ലാം തിരിച്ചടിയേറ്റ് വരും, കൗണ്ടർ കേസ് അവർക്ക് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല. ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്, തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. കോടതിയിലോട്ട് പോകുമ്പോൾ ഇമോഷണലായിട്ടൊന്നും നടക്കത്തില്ല, അവിടെ സയൻറ്റിഫിക് പ്രൂഫ് വേണ്ടി വരും. ഇനി അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പടി മുന്നോട്ടില്ല. ആ മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ, ഇനി പിന്നോട്ടില്ല. അതാണ് നിലപാട്. ശ്രീ ജോർജ് ജോസഫ്, അത് എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇപ്പോൾ ആദ്യം വളരെ ഗൗരവത്തിലുള്ളൊരു പരാതി കൃഷ്ണകുമാർ നൽകുന്നു, അതിന്മേൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നീട് ഈ കൗണ്ടർ പരാതി പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ അത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ശനിയാഴ്ച അത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അങ്ങനെ ഇത്തരം കാര്യങ്ങൾ അത് മനഃപൂർവ്വം അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? നമ്മൾ ഇപ്പോൾ ഒരിക്കലും ഈ സേനയെ മുഴുവനായി അടച്ചാക്ഷേപിക്കുകയോ ഒന്നുമല്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ആ തരത്തിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായൊരു പുഴുക്കുത്ത് തന്നെയാണല്ലോ.
തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഫീസർമാർ അത് പോലീസിന് തീർച്ചയായും അപമാനകരമാണ്. പോലീസ് സത്യവും നീതിയും അനുസരിച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണ്ടേ. ഇവിടെ ഒരാൾക്ക് 69 ലക്ഷം രൂപ പോയി, അതിനൊരു പരാതി കൊടുത്തു, അതിന് കേസെടുത്തു. അതിൻ്റെ പ്രതികളുടെ സ്ഥാനത്ത് വന്നവർ അവർ അതിനകത്ത് ജാതിപരമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായാലും തെറ്റായൊരു നടപടി തന്നെ. പോലീസ് ഉദ്യോഗസ്ഥർ അത് എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. കാരണം കേസെടുത്തോളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മ്യൂസിയം പോലീസിന് പരാതി കിട്ടിയപ്പോൾ അവർ കേസെടുത്തോളൂ. സത്യവും നീതിയായിട്ട് മുന്നോട്ട് പോകണം. കാരണം യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിൻ്റെ മോക്ക് 69 ലക്ഷം രൂപ സ്ഥാപനത്തിൽ നിന്ന് പോയി. അത് ഇങ്ങാപ്പുറത്ത് എവിഡൻസ് വന്നിട്ടുണ്ട്. കുട്ടി അതിൽ ഒരു ജീവനക്കാരി എങ്ങാണ്ട് ഒരു വീട് വെക്കുന്നു, പാല് കാച്ചാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി സാമ്പത്തിക വളർച്ച വന്നിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നല്ലോ കൃഷ്ണകുമാറിന്. അപ്പം അത് ജാതി മത ഒന്നും ഇതിനകത്ത് കയറ്റാൻ പാടില്ല. അത് വളരെ ഗൗരവത്തിലുള്ള പരാതിയല്ലേ ശ്രീ ജോർജ് ജോസഫ്? ഇപ്പോൾ കൃഷ്ണകുമാർ നൽകിയിട്ടുള്ള പരാതി എന്നുള്ളത് അതൊരു വലിയ തട്ടിപ്പാണത്. അപ്പോൾ അത് ഇവിടെ ഒരു ഗൗരവത്തിൽ കാണുന്നില്ല പോലീസ് എന്നുണ്ടോ? അതിനുശേഷം ഇവർ നൽകുന്ന പരാതി പെരുപ്പിച്ച് കാണിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾക്ക് വിവരം ലഭിക്കുന്നത്. അപ്പോൾ അതൊരു ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കുടുംബം എല്ലാവരും അങ്ങനെ അറിയപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയെങ്കിൽ ഇതൊന്നും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അല്ല, അങ്ങനെ ഈ ജാതി പറഞ്ഞ ഒരു കേസ് ആരെങ്കിലും ഒരു മൊഴി കൊടുക്കാൻ തെറ്റായാലും ശരിയായാലും വന്നാലേ പോലീസിന് കേസെടുത്തേ ഒക്കുള്ളൂ. കേസെടുത്തോട്ടെ, അതിന് തടസ്സമൊന്നുമില്ല. അതിന് സത്യസ്ഥിതി മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ നീക്കണം. അന്നേരം പോലീസിന് ജാതി ചിന്തയൊന്നും വരാൻ പാടില്ല. പോലീസ് അപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. അതുതന്നെയല്ല, ഇത് കൃഷ്ണകുമാർ 69 ലക്ഷം രൂപ മോക്ക് പോയിട്ട് അവരത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ പറഞ്ഞത്. കാരണം അത് ഒരു ജീവകാരുണ്യം തോന്നി. കാരണം കൃഷ്ണകുമാറിൻ്റെ 4 പെൺകുട്ടികളാണ്. അത് പറഞ്ഞല്ലോ. അതിലൊരു കുട്ടി ഗർഭിണിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അവിടുത്തെ സ്ഥാപനത്തിലാണ് ഈ 69 ലക്ഷം പോയിരിക്കുന്നത്. അത് സെറ്റിൽ ചെയ്യാൻ റെഡിയാണല്ലോ. പിന്നെ ആരാണ് ഇതിൻ്റെ അകത്ത് പുറകെ കിടന്ന് കളിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അതിന് വിവരമുള്ള ആരെങ്കിലും എതിർപക്ഷത്തുള്ള ഒരു അഡ്വക്കേറ്റ് ആരെങ്കിലും രംഗത്ത് വരട്ടെ, വന്നിട്ട് കൃഷ്ണകുമാറുമായിട്ട് ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് തീരട്ടെ. കാരണം അതിനുള്ള മനസ്സ് 69 ലക്ഷം പോയിട്ട് 8, 9, 10 ലക്ഷത്തിൽ തീർക്കാൻ അദ്ദേഹം റെഡിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത്ര വിശാല ഹൃദയമുണ്ട്. അവർ വീട് വെച്ചു എന്നൊക്കെ ആരോപണമൊക്കെ ഉണ്ട്, അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ആ കുട്ടികളെ അവിടെ 1.5 വർഷമായിട്ട് ആ സ്ഥാപനത്തിൽ നിൽക്കുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയിരിക്കുന്നു. ആ പൈസ കൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ആ പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടേ കൊടുത്തിട്ടില്ലല്ലോ. ആ പൈസ അവരുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കുകയല്ലേ. അപ്പം ഇതിനകത്ത് ഇനി മുന്നോട്ട് കടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ കൺവിഷൻ ഉണ്ടാവും, ശിക്ഷ വാങ്ങിക്കും. പോലീസ് ഏത് വഴിക്കോ പോട്ടെ, കേസ് റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അത് കോടതിയിൽ വേറെ നമുക്ക് പോലീസ് ചാർജ് ഷീറ്റ് ഫയലിലെടുപ്പിക്കാനുള്ള നിയമപരമായ കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് കേസെടുത്തു, അത് ഏത് രീതിയിലായിക്കോട്ടെ. പോലീസ് കൊടുക്കുന്ന മൊഴിയൊന്നും കോടതിയിൽ വന്ന് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ഏത് രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഇന്ത്യയുടെ നിയമ സംവിധാനം. പോലീസ് കള്ളം കാണിച്ചാലും കോടതി സത്യത്തിൻ്റെ കൂടെ നിൽക്കും. സത്യമായിട്ട് കോടതി കുഴി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ 4 കൃഷ്ണകുമാർ വളരെയധികം അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു. അതിന് കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൽ പോയി സംസാരിച്ച് ഇങ്ങോട്ടതൊക്കെ ധാരാളം പേര് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ട് ഇടപെടും. എതിർവശത്തും അവർ ഇടപെട്ടോട്ടെ, തടസ്സമില്ലല്ലോ. പുള്ളി ആ രീതിയിലാണ് ഇപ്പോൾ സംസാരം കേട്ടപ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ എത്രയോ മുമ്പ് റെഡിയാണ്. പക്ഷേ ആരാണ് ഇതിനകത്ത് ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നത്? അതുകൊണ്ട് ആ കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവരാരെങ്കിലും കുറേ വിശാല ഹൃദയമുള്ളവർ വന്ന് കൃഷ്ണകുമാരോട് സംസാരിച്ച് അതങ്ങ് തീർത്തേ, എന്നിട്ട് കേസ് രണ്ടും പോലീസ് റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയോ എന്ത് അത് സെറ്റിൽമെൻറ്റിലോട്ട് പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ രീതി മുന്നോട്ട് പോകുന്നത് 2 കൂട്ടർക്കും നല്ലതല്ല. അത് പോലീസിൻ്റെ ഇമേജ് അവിടെ തകരുകയും പോലീസ് ഒരു കാര്യം ചെയ്താൽ മതി, സത്യസന്ധമായിട്ട് പോട്ടെ. ആദ്യത്തെ കേസ് ട്രൂ കേസാണ്, അതൊരു കള്ളക്കേസാണെന്ന് പറയാനൊക്കെ. എന്തിനാണ് കൃഷ്ണകുമാർ ഇത് വലിച്ച് അവരെ തലയിൽ വെക്കുന്നത്? അവർക്ക് പണം നഷ്ടപ്പെട്ടു, അതിന് ഈ കുട്ടികളുടെ അക്കൗണ്ടിൽ പോയത് കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ QR കോഡിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നു. ഇതെല്ലാം സത്യം. ഇതൊക്കെ ഫ്രോഡും ചീറ്റിങ്ങും മിസ്അപ്രോപ്രിയേഷനാണ്. ആ കേസ് സ്ട്രോങ് ആയിട്ട് പോയാൽ കുട്ടിക്ക് പരിക്കേക്കും. അത് വേണ്ട. അവർ ക്ഷമിക്കാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വിവരമുള്ള എതിർപക്ഷത്തുള്ളവരാരെങ്കിലും കൃഷ്ണകുമാറുമായിട്ട് രഹസ്യമായിട്ട് സംസാരിച്ച് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി ഈ കേസിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക്. ശ്രീ കൃഷ്ണകുമാർ, ഇപ്പോൾ അല്പസമയം മുൻപ് ഈ പെൺകുട്ടികൾ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് പൈസ നേരത്തെ ആ കണ്ട വീഡിയോയിൽ കണ്ടത്. അത് ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു. മറ്റൊന്ന് 8 ലക്ഷം രൂപ തന്നു എന്നുള്ളത്, അത് ഈ ഒരാളുടെ കഴുത്തിൽ മാലയുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കഴുത്തിലെ മാല ഉണ്ടല്ലോ എന്ന് നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന് അവർ പറയുന്ന ആ സ്ഥലത്ത് വെച്ച്
കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളുടെ കഴുത്തിലെ മാലയുണ്ട്, അപ്പോൾ അതുകൊണ്ട് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് വിറ്റ് എങ്ങനെയെങ്കിലും പൈസ തരുമെന്ന് പറയുന്നു. കൂടാതെ മറ്റൊരാളുടെ ഭർത്താവ് വിദേശത്തുണ്ട്, ഗൾഫിലോ മറ്റോ ഉണ്ട്, അയാൾ അയച്ചു തന്ന കുറച്ച് പൈസ, ഇതെല്ലാം കൂടി സ്വരുക്കൂട്ടിയാണ് ഈ 8 ലക്ഷം രൂപ. അത് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചെടുത്തതാണ്. അത് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കെതിരെ ഒന്നും ഉണ്ടാകില്ല, ഒരു പരാതിയും ഒരു നടപടിയും ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ ദിയ പറഞ്ഞു എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ അതിനൊന്നും തെളിവില്ല താനും. യഥാർത്ഥത്തിൽ കൃഷ്ണകുമാർ, ഈ താങ്കൾ ഇപ്പോൾ 69 ലക്ഷം രൂപ എന്നുള്ളത് ഒരു സെറ്റിൽമെന്റിനൊക്കെ താങ്കൾ തുടക്കത്തിൽ തയ്യാറായിരുന്നു. കിട്ടിയ പൈസ അതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ ഒരു നൂലാമാലകൾക്ക് പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു പരാതിയുമായി കേസുമായി പോകേണ്ടതില്ല എന്നൊരു മനോഭാവത്തിലായിരുന്നു തുടക്കത്തിൽ താങ്കൾ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ പറ്റി എനിക്ക് വ്യക്തമായിട്ടറിയാം. വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പൈസയുടെ ആവശ്യം വന്ന് കാണും, അവരെടുത്ത് കാണും, അവർ സമ്മതിക്കുകയും ചെയ്തു. ഈ 69 കണക്കൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഇനി തരാനില്ല. എന്നിട്ട് ഇത് അവസാനം ഒരു 8 ലക്ഷമല്ല 8,83,000 രൂപ ഇവർ ക്യാഷായിട്ട് കൊണ്ട് തരികയാണ്. എന്ത് ചെയ്തിട്ടെന്നറിയില്ല. ഇവിടെ നിന്ന് വെളിയിൽ പോയി അവരുടെ ഭർത്താക്കന്മാർ വെളിയിൽ പോയി കൊണ്ടുവരികയാണ്. ഭർത്താക്കന്മാരില്ല, ഒരു കുട്ടി, ഒരു പയ്യൻ ഇവിടെ നിന്ന് പോയിട്ട് ഈ പൈസയെ കൊണ്ട് തരുന്നു. അത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നതാണ്, ഞാൻ കുറച്ച് സമയം തരണം. ഞാൻ സമയം തരാം. അങ്ങനെ ഡിസംബർ വരെയുള്ള 3 മാസങ്ങൾ, ഏതൊക്കെ മാസം എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇവർ 3 പേരും എഴുതി പേപ്പറിൽ ഒപ്പിട്ട് തന്നു. ഞങ്ങൾ ഇത്ര രൂപ വെച്ച്, അതായത് 15 ലക്ഷം രൂപ കൂടി ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് 22.5 ലക്ഷം അങ്ങോട്ട് മൊത്തം. അതിനകത്തൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇതൊക്കെ എല്ലാ തെളിവോടെ ഇരിക്കുക. സമ്മതിക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താണ്? നമുക്ക് താല്പര്യമില്ല. അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, QR കോഡ് മാറ്റി ഞങ്ങൾ സമ്മതിച്ചു, അന്ന് അവർ കൃത്യമായി തന്നെ സമ്മതിച്ചോ? അതെ അതെ, സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ എഴുതി തരുന്നത് പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ എഴുതി തന്നു ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എല്ലാ റെക്കോർഡും ഇതൊക്കെ ഓരോന്നെടുത്ത് ഡെയിലി ആരോപണം കൊണ്ടുവരാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞാൽ അതിനകത്ത് തെളിവ് കാണും, ഇല്ലെങ്കിൽ പറയത്തില്ല. വേറെ കാര്യം കൂടി ഇറക്കി പറയാം. ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞില്ല, ആ കുട്ടിയുടെ ഭർത്താവല്ല, സഹോദരനാണ് പുറത്തുള്ളത്. ഈ സഹോദരൻ എനിക്ക് പൈസ അയച്ചു തരും, 1 ലക്ഷത്തി ചിലവൻ എല്ലാ മാസവും 1 ലക്ഷം 2 ലക്ഷവും അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എൻ്റെ കുട്ടിയുടെ അടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ എടുത്ത് കാണിക്കുമ്പോൾ ഈ വർഷത്തിൽ ഒരേ ഒരു തവണ 1,58,000 1,58,000 രൂപ ആ കുട്ടിയുടെ ചേട്ടൻ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം നോക്കുമ്പോഴാണ് അടുത്ത തമാശ, ആ ഫോണിൽ തന്നെ ഈ കുട്ടി അങ്ങോട്ട് അയച്ചിരിക്കുന്നു പൈസ. അതായത് ഈ ചേട്ടൻ്റെ അവിടുത്തെ അക്കൗണ്ടോ ഇന്ത്യയിലെ ഒരു അക്കൗണ്ടിലോ പൈസ ഇട്ടിരിക്കുന്നു, അയാൾ വീണ്ടും ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇവർ തന്നെ കാണിച്ചു തന്നു. ഞങ്ങൾ ചോദിച്ചു ഇത് ആരൊക്കെയാണ്? ആ കുട്ടിക്ക് ഉത്തരവില്ല. അതല്ലേ പറഞ്ഞേ, ഇവർ ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോയാൽ പരിക്ക് അവർക്ക് പറ്റും. ജോർജ് ജോസഫ് സാർ പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തെറ്റും കുറ്റവും ശിക്ഷയും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും സെറ്റിൽമെൻറ്റ് നോക്കുക. കാരണം ഇതിനകത്ത് ഞാൻ എൻ്റെ മക്കളെ പോലും അവരെ രൂക്ഷമായ ഭാഷയിൽ എൻ്റെ മോളോട് സംസാരിച്ചു. ഇതിന് നിങ്ങൾക്കൊരു പങ്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഇതിനകത്തെ കാര്യക്ഷമമായ പ്രവർത്തനം, അതായത് നീ ഓഫീസിൽ കൃത്യമായിട്ട് വന്നില്ല. ശരിയാണ്, അവൾക്ക് സുഖമില്ലായിരുന്നു, ആശുപത്രിയിലായിരുന്നു. കാരണം ഗർഭിണിയാകുമ്പോൾ ആദ്യത്തെ 5 മാസം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം ഒരു സൈഡിലിരിക്കും. ആണെങ്കിലും ഇതിൽ നിൻ്റെ ഒരു നോട്ടപ്പേശകുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിത് ഒത്തുതീർപ്പാക്കി പോകണം. ഈ തരുന്ന പൈസ വാങ്ങിക്ക്, ബാക്കി നമുക്ക് ഇനിയും ബിസിനസ് ചെയ്യാം, നമുക്ക് നല്ലപോലെ പരസ്യം ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടം വരെ എത്തിയതാ. ഇതെല്ലാം ഈ കുട്ടികൾ സംസാരിച്ചിരുന്ന് ഞങ്ങൾ എന്തും ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ വേണം ഇന്നിവിടെ കൊടുത്തു വിട്ടുതരാം. ഇവർ കാണിക്കട്ടെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ ഇടിച്ചുവെന്നോ കെട്ടിയിട്ടുന്നോ എന്തെങ്കിലും ഒരു വീഡിയോ കാണിക്കട്ടെ. ഇവര് മുറിയിൽ പൂട്ടിയിട്ടു എന്നാണ് ഇന്ന് പറഞ്ഞത്. ഇവർക്ക് ആകെ ഒച്ചത്തിൽ സംസാരിച്ച വീഡിയോ കാണിക്കാൻ അല്ല, അതാ പറഞ്ഞേ, ഇവരുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുകയല്ലേ. ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ടില്ലല്ലോ, കാരണം ഇവരുടെ അല്ലല്ലേ ഫോൺ ഇരിക്കുന്നത്. ഞാൻ പല വീഡിയോസ് കാണിച്ചു തരാം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ. ഇവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നത്. ഇവിടെ ഞങ്ങളുടെ ഓഫീസാണ്, ഇവിടെ സ്റ്റാഫുണ്ട്, എല്ലാം ഉണ്ട്. ഇവരവിടെ ഇരുന്നു, ഇവർക്ക് ഭക്ഷണം വരുത്തി കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല, മനസ്സില്ല. അപ്പോൾ വെള്ളം കുടിക്കാൻ പറയുന്നു. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്തു കൊടുത്തു. അതെ, അപ്പൊ അതിൽ അവർ ഒരു കാര്യം പറയുന്നത് കൃഷ്ണകുമാർ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഇപ്പോൾ ഓഫീസിൽ വരാറില്ല ദിയ, പക്ഷേ മോണിറ്റർ ചെയ്യാറുണ്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പേപ്പർ എവിടെയെങ്കിലും മാറിയിരുന്നാൽ പോലും അതുപോലും കണ്ടിട്ട് അത് തിരിച്ചെടുത്ത് വയ്ക്കൂ എന്ന് പറയുന്ന ഒരാളാണ് ദിയ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ദിയ അറിയാതിരിക്കുമോ എന്നൊരു ചോദ്യം ഇന്നിവർ ചോദിക്കുന്നുണ്ട്. അതറിയാതിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഇതിനകത്ത് ആദ്യത്തെ ഭാഗം ശരി തന്നെയാണ്. മോള പ്രദേശത്ത് പോകാറില്ല, പിന്നെ നോക്കുന്നത് തീർച്ചയായിട്ടും ഓഫീസ് നോക്കും. ഇപ്പോൾ രാത്രിയോ അങ്ങനെ പോയിട്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് എടുത്ത് നോക്കും. ഒരു രാവിലെ 8 മണിക്കൂറുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് എത്ര നേരം നോക്കും നമ്മൾ? അപ്പോൾ അവൾ നോക്കും, ഇന്നതെന്താ, ഇന്ന അവിടെ ഇരിക്കുന്ന ആ ഐറ്റംസും മറ്റേ സ്റ്റോർ റൂമിൽ മാറിയിരിക്കുകയാണല്ലോ. ഇത് തീർച്ചയായിട്ടും പറയും, അത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനകത്തുനിന്നാണ് ഞങ്ങൾക്ക് കുറേ വീഡിയോ കിട്ടിയത്. ഇവർ വരുന്ന കസ്റ്റമേഴ്സ് പറയുന്നു, ഓഡിയോ ഉണ്ട്,
ഞങ്ങളുടെ QR കോഡ് കമ്പനിയുടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് മൊബൈലിൽ QR കോഡ് എടുക്കുന്നതും ഇതിനകത്തുണ്ട്. അതെ, അപ്പൊ അത് ആ സമയത്ത് അത് ശ്രദ്ധിച്ചില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. കുറ്റം സംഭവിച്ചതിന്റെ എല്ലാത്തിന്റെയും തെളിവ് അല്ല, അതാ പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇവരോട് ചോദിക്കും, ഇന്ന് എന്താണോ എത്ര കളക്ഷൻ പറ്റുമെന്ന് വെച്ചാൽ മോള് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ഇന്നൊന്നും വന്നില്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾ വന്നില്ല, ബിസിനസ് നടന്നില്ല. ഞാൻ എന്നും പറയും, ഇതിനകത്ത് ഇവരുടെ പോരായ്മ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് ഡിജിറ്റൽ ഇതിൽ ഓൺലൈൻ അങ്ങ് നോക്കും. ഓൺലൈനിലെല്ലാം ഓക്കെ, കാരണം ഇവൾക്ക് ഓൺലൈൻ ബിസിനസ്സാണ് കൂടുതൽ നടക്കുന്നത് ഈ ഷോപ്പിനേക്കാൾ. അപ്പോൾ ഇവിടെ ഓൺലൈനിലാണ് ഇവിടെ ശ്രദ്ധ മുഴുവൻ, അത് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ എല്ലാം കണക്ക് നോക്കുന്ന ട്രഡീഷണൽ രീതിയിൽ പോകണം. അതായത് ഇത്ര രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര സാധനം പോയിട്ടുണ്ടോ, ഇത് എവറി ഡേ ചെക്ക് ചെയ്യാമെങ്കിൽ പിടിക്കാവുന്ന കാര്യമോ. ഞാനതല്ലേ പറഞ്ഞേ, മക്കളുടെ ഭാഗത്തുള്ള പോരായ്മകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെറ്റിൽ ചെയ്ത് വിട് എന്ന് പറയാൻ കാര്യം. തിരികെ ചർച്ചയിലെ ശ്രീ കൃഷ്ണകുമാർ, ഇനിയിപ്പോൾ താങ്കളുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് ഇത് ഈ ഒരു തരത്തിലേക്കൊക്കെ കലാശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ? ഇത് നമുക്കിനി നമ്മുടെ നിയമവശം നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഈ ലോയേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളെല്ലാവരേക്കാൾ ഇത്തരം കേസുകൾ ധാരാളം പഠിച്ചൊരു വ്യക്തിയാണ് ജോർജ് ജോസഫ് സാർ. അദ്ദേഹം അതുകൊണ്ടാണ് കൃത്യമായ പല കാര്യങ്ങളും പറഞ്ഞത്. അദ്ദേഹം ഞാനും തമ്മിൽ നേരിട്ട് പോലും കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹം ഓരോരുത്തരെ അളക്കുകയാണ്. അതായത് നമ്മൾ ഒത്തുതീർപ്പിന് എന്തുകൊണ്ട് പോകുന്നു, അതിന് പല കാരണങ്ങളുണ്ട്. അതിനുള്ള വഴികൾ മുഴുവൻ തുറന്നിട്ട് കൊടുത്തു, അത് അടച്ചത് അവരാണ്. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗണ്ടർ കേസ് കൊടുത്തവർ അവരുടെ എന്ത് ബലം കൊണ്ടാണെന്നറിയില്ല ഇപ്പോൾ എനിക്കെതിരെ ഇങ്ങനൊരു വന്നിരിക്കുന്ന സ്ഥിതിക്ക് അപ്പോഴൊരു സംശയം ശ്രീകൃഷ്ണകുമാർ, ഇത്രയും ലക്ഷം രൂപ ഭാഗത്ത് വളരെ നഷ്ടപ്പെടുമ്പോൾ അത് മകളുടെ ഒരു അധ്വാനം കൂടിയാണല്ലോ. അപ്പോൾ അത്രയും രൂപ നഷ്ടപ്പെടുമ്പോഴും അത് ഒത്തുതീർപ്പിലേക്ക് താങ്കൾക്ക് പോകാൻ അത് അത്ര പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് ആദ്യം പോകാം എന്ന് കരുതിയത് എന്നൊരു സംശയം? അല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. എന്തുകൊണ്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബിസിനസ്സിൽ നഷ്ടവും ലാഭവും വരും, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കും. അതിനകത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ മകളെ അവരുടെ ഞാൻ രൂക്ഷമായി സംസാരിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ അവളുടെ നോട്ടപ്പശകൾ ഇതിനകത്ത് സംഭവിച്ചു, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ട് കിടന്ന് അലറി വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്തവനെ തെറ്റുകളെ കുറഞ്ഞ് കാണിക്കുകയില്ല. ക്രൈം അപ്പുറത്ത് നടന്നിരിക്കുന്നത് ക്ലീൻ കേസ് ഓഫ് ചീറ്റിംഗ്, കുറേ വകുപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിൻ്റെ കൂടി തെറ്റാണ് ഇതിനകത്ത്, കാരണം നിൻ്റെ നോട്ടപ്പശകാണ് ഇതിനകത്ത് പ്രധാന കാരണങ്ങളൊന്നും, അല്ലെങ്കിൽ ഇത് എന്നെ പിടിക്കേണ്ടതായിരുന്നു. കാരണം ഇതിന് മുമ്പ് 3-4 ചെറിയ കേസുകൾ ഇവരെ പിടിച്ച സംഭവം ഉണ്ടായി. പക്ഷേ അവർ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയവരാണെങ്കിൽ അവർ സമൂഹത്തിന് ഭീഷണിയല്ലേ കൃഷ്ണകുമാർ? എല്ലാവരും പറഞ്ഞു വിടാൻ പറഞ്ഞു. തീർച്ചയായിട്ടുമാണല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഞങ്ങൾ ഇത്രയൊന്നും അറിയുന്നില്ല. ആദ്യ ദിവസം ഇത് അറിഞ്ഞതിന് ശേഷം, ഈ വ്യാപ്തി അറിഞ്ഞതിന് ശേഷം എന്നിട്ടും എൻ്റെ ഇവരുടെ നോട്ടപ്പശ ഞാൻ പറഞ്ഞു വിട്ടുകൊടുക്കുക എന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത ക്രിമിനൽ സംഭവം ഉണ്ടായി, നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങി. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഇനി ഇതിനകത്ത് വേറൊരു നമ്മൾ വഴി നോക്കേണ്ട കാര്യമില്ല, നമ്മൾ നിയമത്തിൻ്റെ വഴിയിൽ പോവുക, ഏറ്റവും ഇതായിട്ടുള്ള ഇത് തന്നെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും നിങ്ങൾ നോക്കുക, സമൂഹത്തിൽ നിങ്ങൾ പറഞ്ഞു കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണമെന്ന്. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പരാതി കൊടുത്തിരിക്കുന്ന എനിക്കെതിരെയാണ് അറസ്റ്റ് വാറണ്ട്. അവരോടാണോ ഞാൻ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകേണ്ടത്? ഒന്ന് ആലോചിക്കൂ. എനിക്കൊരു സമാധാനം തരേണ്ടവർ. അതുകൂടി പറയൂ. അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇനി നമുക്ക് നിയമജ്ഞരുമായിട്ട് സംസാരിക്കുക, ലോയേഴ്സുമായിട്ട് സംസാരിക്കുക, ഇനി എങ്ങനെയാണ് കോടതിയിലോട്ട് കേസ് പ്രൊസീഡ് ചെയ്യുന്നത്, അവരുടെ അഡ്വൈസ് പ്രകാരം മുന്നോട്ട് പോവുക. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിക്കുമ്പോൾ അവർക്ക് പരാതി കൊടുത്തു, അവിടെ നിന്ന് താങ്കൾക്ക് ആശാവഹമായ ഒരു മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ നല്ല, അതായത് ആശാവഹം എന്ന് മാത്രമല്ല, കാരണം വെച്ചാൽ നമുക്ക് ചില സ്ഥലത്ത് പരാതി കൊടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ സ്റ്റേഷനിൽ പോയി നമുക്ക് കിട്ടാത്തതും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള, കാരണം അവർ പിന്നെ കൃത്യമായി അന്വേഷിച്ചിരിക്കും കൃഷ്ണകുമാർ. കാരണം ഞാൻ പറയുന്നത് എൻ്റെ ഭാഗം നോക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായി ഞാൻ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുക. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഇതാണ്, അത് പോലീസ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പണം ഞങ്ങൾക്ക് തിരികെ തരിക, ശിക്ഷയുടെ ഭാഗമൊക്കെ അവരുടെ ഇതാണ്. ശരി, അപ്പോൾ ഇനിയിപ്പോൾ ഈ മുഴുവൻ പണവും കിട്ടണം തിരികെ എന്നൊരാവശ്യം താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇനിയിപ്പം നമുക്ക് പോയത് മുഴുവൻ, കാരണം വേറെ കണക്കുകൾ വരും. ഇനിയിപ്പോൾ വെച്ചാൽ സ്റ്റോക്ക് പോയതിൻ്റെ എല്ലാം കണക്ക് ഞങ്ങൾ എടുക്കും. അപ്പോൾ അത് നമ്മൾ എന്തായാലും എന്തൊക്കെ പോയ മുഴുവൻ ഇത് വെച്ച് തന്നെ കൊടുക്കും. കാരണം ഒട്ടും നമുക്കിനി വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല, അതിൻ്റെ സമയം കഴിഞ്ഞു പോയി. അതെ, അതിൽ ഈ ഒരു പുറം കച്ചവടത്തെക്കുറിച്ചൊക്കെ താങ്കൾ ആ ഓഡിയോയിൽ ഒരാളുടെ ഭർത്താവുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയും ചില സംശയങ്ങളുണ്ട്. എന്താണ്? കേട്ടില്ല. ഒരു പുറം കച്ചവടം, അതായത് ഇവിടുത്തെ സാധനങ്ങൾ മറ്റ് പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വിൽപ്പന നടത്തി
അങ്ങനെ ആ തരത്തിലേക്ക് താങ്കൾ സംസാരിക്കുന്നതായി ഓഡിയോയിൽ കേൾക്കുന്നത് പുറം കച്ചവടം. അതെ അതെ, കാരണം അത് ഇവിടെ വെച്ചാൽ ഇവിടുത്തെ കസ്റ്റമേഴ്സിന്റെ ഡേറ്റ എടുത്തിട്ട് അവരുമായിട്ട് നേരിട്ട് ബിസിനസ്, അതും നമ്മുടെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രേഖകൾ ഇരിക്കുകയാണ്. കാരണം ആൾക്കാർ നമുക്ക് സ്ക്രീൻഷോട്ടിങ്ങിന് അയച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഈ വാർത്ത കൊണ്ട് വന്നപ്പോഴത്തേക്ക് മകളുടെ ഫോണിന്റെ മെമ്മറി ഫുള്ളാവുന്ന രീതിയിലാണ് ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഞങ്ങൾ ഇത്രാം തീയതി കൊടുത്തത് ഇന്ന പേരിലാണ്, കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുക. ശരി, അപ്പോൾ ഇനിയും വിട്ടുവീഴ്ചയ്ക്കില്ല. ഏതായാലും ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് താങ്കൾ പറയുന്നത്. വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ, ഒപ്പം തന്നെ ജോർജ് ജോസഫ് ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിങ് അവസാനിക്കുകയാണ്.